അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ് ഹക്ക് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ബാക്കിയുള്ളതൊക്കെ ബാത്തിലാണ്. ഇന്നൽ ബാത്തില കാന സഹൂക്ക എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇത് തന്നെയാണ് നിലനിൽക്കുക. ഈ വിശ്വാസം നമ്മളെ രക്ഷിക്കണം. ഈ വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകണം. ഈ വിശ്വാസത്തിൻ്റെ മുമ്പിൽ നമ്മൾ പതറിപ്പോവരുത്. പരീക്ഷണങ്ങളുണ്ടാവും. കടന്നു പോകുന്ന വഴിയിലൊക്കെ അവായിക്കുകൾ, മവാനികളുണ്ടാവും. അതിനെയൊക്കെ തട്ടി നീക്കി മുന്നോട്ട് പോകാനുള്ള ഒരു സ്ഥൈര്യവും നമുക്ക് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബനി ഇസ്രായേലിലേക്ക് ജാലൂത്തിനെ നേരിടാൻ വേണ്ടി ഒരാളെ തരണം എന്ന് പറഞ്ഞപ്പം ആളെ അയച്ചു കൊടുത്തു. താലൂത്ത് അദ്ദേഹത്തിന് പറഞ്ഞ യോഗ്യത സാദഹു ബസ്തത്തം ഫിൽ ജിസ്മി വൽ ഇൽമി. ജിസ്മിൽ എന്ന് പറഞ്ഞാൽ കുവ്വത്ത് വേണം. അതാണ് ധൈര്യം. ആ ധൈര്യവും അതോടുകൂടെ ആദർശനിഷ്ഠയും ഉറച്ച വിശ്വാസമാണ് ധൈര്യത്തെ ചലിപ്പിക്കുക എന്നതും ഒരു കാര്യമാണ്. ധൈര്യത്തെ ചലിപ്പിക്കുന്ന വസ്തു ഉറച്ച വിശ്വാസം അനുസരിച്ചാണ് ധൈര്യം ഉണ്ടാകുന്നതും ഇല്ലാത്തതും. ഒരു സംഗതിയിൽ ഒരു പെറ്റ ഉമ്മ ഒരു കുട്ടി കിണറ്റിൽ ചാടിയാൽ ഉടനെ ഉമ്മ ചാടും. വേറുള്ളവരങ്ങനെ ചാടിക്കൊള്ളുന്നില്ല. അതെന്തുകൊണ്ടാണ്? അതാണ് ആ ബന്ധം, ആ വിശ്വാസം, ആ കുട്ടിയുടെ ഉള്ള സ്നേഹം, അത് അവിടെ പ്രകടമാവുകയാണ്. ഇതുപോലെ ദീനിന് വേണ്ടി അങ്ങനെ ഉണ്ടല്ലോ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിലുണ്ടല്ലോ, കടലിലേക്ക് ചാടാൻ പറഞ്ഞാൽ ചാടും. ആ ഒരവസ്ഥയിലേക്ക് ഉയരാൻ നമ്മൾ വളരെ പിന്നിലാണ് എന്നതൊരു വസ്തുതയാണ്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ട ആ ഗുണം നമുക്കുണ്ടായിരിക്കണം. മറ്റു പലരും നമുക്ക് തടസ്സമോ മേൽക്കോയ്മയോ ഉണ്ടാകുന്ന ഒരവസ്ഥ നമ്മൾ ഭയപ്പെടരുത്. ആ നിലയ്ക്ക് ധൈര്യമായിക്കൊണ്ട് തന്നെ നമുക്ക് അഹ്ലുസുന്നത്തിൻ്റെ യഖീൻ നമുക്കുണ്ടെങ്കിൽ, അതാണ് ശരിയെന്ന് നമുക്കുണ്ടെങ്കിൽ, ഇൻഷാ അല്ലാഹ് ഈ സൈന്യം മുന്നോട്ട് പോകണം. നമുക്കൊക്കെ തന്നെ പഴയ കാല പണ്ഡിതന്മാർ പഠിപ്പിച്ച മാർഗവും റൂട്ടും നമ്മുടെ മുമ്പിലുണ്ട്. ആ റൂട്ട് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അങ്ങനെ തന്നെയാണ് അമ്പിയാക്കന്മാരുടെ ചരിത്രമാണ് അതിൻ്റെ താവഴിയാണത്. ആ നിലയ്ക്ക് അതിനെ അനുധാവനം ചെയ്തുകൊണ്ട് പോവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് ചിതറിക്കിടക്കുന്ന നമ്മുടെ എതിരാളികൾ അവരെയൊക്കെ നിഷ്കാസനം ചെയ്യാൻ നമുക്ക് ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാണ്. അതിനെന്താണ് തടസ്സം? ആലോചിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ ഒരു ക്ലാസ് പഠിക്കേണ്ടത്, ഒരു പരിശീലനം നടത്തേണ്ടതാണ്. അവരെ നിഷ്കാസനം ചെയ്യാൻ ഇന്ന് വളരെ എളുപ്പമാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ ആൾക്കാർക്ക്. പക്ഷേ അതിന് കഴിയാതെ വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് വരുന്നില്ല? ഒരു സ്റ്റേജിൽ ഇപ്പോൾ അതൊരു വിജയമാണ്. നമ്മളെ കുട്ടികൾ അൽഹംദുലില്ലാഹ് ആദർശപരമായിട്ട് നമ്മുടെ ഭാഗം അവരുടെ മുമ്പിൽ വാദപ്രതിവാദത്തോട് തെളിയിക്കാൻ അവർക്ക് സാധിച്ചു. പക്ഷേ അത് ഭൂമിയിൽ നടക്കണമല്ലോ. ഹവയിലുണ്ടായ പോരാ, ഭൂമിയിൽ ജനങ്ങളുടെ ഇടയിൽ അത് നടക്കുകയും അങ്ങനെ നമ്മുടേതായിരിക്കുന്ന പലതും കൈവശം വെച്ച് നിൽക്കുന്ന ആ ചിതറിക്കിടക്കുന്ന ദുർബലരായ അവരിൽ നിന്ന് നമുക്കത് പിടിച്ചു വാങ്ങാനും അത് തിരിച്ചെടുക്കാനും പറ്റാതെ പോകുന്നത് എവിടോ ഒരു ദൗർബല്യം നമുക്കുണ്ട്. ആ ദൗർബല്യം എന്താണെന്നും നമുക്ക് അതിനെതിരെ പ്രതിരോധിക്കാനുള്ള സമ്മർദ്ദം എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകുന്നവർ ഒരവസ്ഥയും കൂടെ നമ്മൾ ഉണ്ടാക്കിയാൽ അൽഹംദുലില്ലാഹ് നമ്മൾ പൂർണ്ണമായി രണ്ടും സമ്മേളിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയും വിജയിക്കുകയും ചെയ്യാൻ സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും.